കലാമണ്ഡലം സത്യഭാമ ജൂനിയറിനെതിരായ പരാതിയിൽ പോലീസ് ഡോക്ടർ RLV രാമകൃഷ്ണന്റെ മൊഴി എടുക്കും. അധിക്ഷേപ പരാമർശത്തിൽ ഡോക്ടർ രാമകൃഷ്ണൻ നൽകിയ പരാതി ചാലക്കുടി പോലീസ് തിരുവനന്തപുരം സിറ്റി പോലീസിന് കൈമാറിയിരുന്നു. ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷെഫീദ്, പറയൂ വിശദാംശങ്ങൾ. വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് RLV രാമകൃഷ്ണൻ ചാലക്കുടി ഡിവൈഎസ്പിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയത്. പരാതി പിന്നാലെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. ഈ സംഭവം, അതായത് ഈ വിവാദമായിട്ടുള്ള അഭിമുഖം നടന്നത് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. മാത്രവുമല്ല, അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് തിരുവനന്തപുരത്തേക്ക് കൈമാറിയത്. തുടർന്ന് കന്റോൺമെന്റ് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നതനുസരിച്ച് ഉടൻ തന്നെ RLV രാമകൃഷ്ണന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തും. പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ചാനലിനെതിരെ അടക്കം നടപടി വേണമെന്നൊരാവശ്യം അത് ഈ RLV രാമകൃഷ്ണൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാക്കയുടെ നിറമാണെന്നും സൗന്ദര്യമുള്ളവർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ എന്നുമായിരുന്നു ഇതിൽ സത്യഭാമയുടെ വിവാദമായിട്ടുള്ള പരാമർശം. ഈ അധിക്ഷേപ പരാമർശം വിവാദമായതിന് പിന്നാലെ പോലീസ് ഒരു പ്രാഥമിക പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഉടൻ മൊഴിയെടുപ്പിലേക്ക് കടക്കും. മാത്രവുമല്ല, അതിൽ അടിയന്തരമായി സത്യഭാമയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അധിക്ഷേപ പരാമർശം അന്വേഷിക്കണമെന്ന് പോലീസ് മേധാവിക്ക് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കഴിഞ്ഞയാഴ്ച നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യത്തിലടക്കം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിർദ്ദേശവും പോലീസിനുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ.